ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ മെട്രിക്സ്. ഞാൻ ഇനി മുതൽ ഒറ്റയ്ക്കായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഗെയിമാണ്. അപ്പം നമുക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ഒരു പാർട്ടിൽ തന്നെ വീഡിയോ തീർക്കാൻ മാക്സിമം നോക്കുന്നതായിരിക്കും. അടുത്ത പാർട്ടിയിലായിരിക്കും നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്ന വെപ്പണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം തീർക്കാൻ നോക്കുമെന്ന്. ഈ വെപ്പൺ ഉണ്ടാക്കുന്നതൊക്കെ നല്ല പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ കളിച്ചാൽ എനിക്കിങ്ങനെ അറിഞ്ഞോളൂ. എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു കൂട്ടുകാരുണ്ട്, അവനാണ് കളിക്കുന്നത്. പക്ഷെ ഇത് നേരത്തെ വീഡിയോയിലൊക്കെ വന്ന അവനല്ല, അത് എൻ്റെ ബന്ധുവാണ്. അവനിപ്പം കസിനെന്ന് പറയാം. അവനിപ്പം അവൻ്റെ വീട്ടിൽ പോയി. അത് വെക്കേഷന് വന്നതാണ്. ഇപ്പം എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരന് ഈ മൈൻക്രാഫ്റ്റ് കളിച്ച് പരിചയമുണ്ടായതുകൊണ്ട് അവനെ കൊണ്ടാണ് ഞാൻ കളിപ്പിക്കുന്നത്. എന്നിട്ട് അത് രാത്രിയിൽ കളിച്ചിട്ട് രാവിലെ ഞാൻ എഡിറ്റ് ചെയ്തതാണ് ഇപ്പം. അതുകൊണ്ട് ഈ മിക്സിയുടെയും അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് ചിലപ്പോൾ വരുമായിരിക്കും. വണ്ടിയുടെ മിക്സിയുടെ സൗണ്ടൊക്കെ വരുമായിരിക്കും. അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. പിന്നെ നമുക്ക് ഈ മരം മുറിക്കുന്നതും ഈ കണ്ണി കാണുന്ന മരവും അതൊക്കെ നമുക്കങ്ങ് മുറിക്കണം. അപ്പം നമുക്ക് ഈ വീടും ഈ ഞാൻ പറഞ്ഞ മെയിനായിട്ട് ഈ വെപ്പൺ ഉണ്ടാക്കണമെങ്കിൽ ഈ മരമാണ് പ്രാധാന്യം. ഓക്കെ, നമുക്കിങ്ങനെ വെപ്പൺ ഉണ്ടാക്കുകയാണ്. നമുക്ക് അതിനുവേണ്ടി നമുക്ക് കമ്പിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. എന്നിട്ട് ഈ കമ്പും ഇതും വെച്ച് നമുക്ക് ഈ സാധനം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പാറയൊക്കെ പൊട്ടിച്ച് അതിനകത്തുള്ള ഇങ്ങനെ പാറ പൊട്ടിച്ച് ഇതിനകത്തുള്ള ഈ അതിനകത്തൊരു മെറ്റലുണ്ട് കേട്ടോ. ആ സാധനം എടുക്കണം. ഈ താഴെക്കാരൻ്റെ മെറ്റലുണ്ട്, ആ സാധനം ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ കൈ വെച്ച് പൊട്ടിച്ചാൽ പൊട്ടി വരത്തില്ല. അതിനാണ് ഈ വുഡിൻ്റെ ഈ സാധനം ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ കൂടിയ ഇതെന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ ഇതൊക്കെ പൊട്ടിക്കാനേ പറ്റത്തില്ല. ഇനി കൂടുതൽ നമുക്ക് പൊട്ടിക്കാൻ ഈ വുഡിൻ്റെ ഇത് വെച്ച് പറ്റത്തില്ല. ഇത് കൂടിയ ഒരു മെറ്റലുണ്ട്, അതൊന്നും പൊട്ടിക്കുക ഈ വുഡിൻ്റെ ഇത് വെച്ച് പറ്റത്തില്ല. അതിനാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഇതിനെ വെച്ചെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി കൂടിയ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത് വെച്ച് നമുക്കിത് പൊട്ടിക്കാൻ പറ്റും. ഇങ്ങനെ അത് മാത്രമല്ല, നമ്മളിതിങ്ങനെ മുറിക്കാൻ കാരണം നമുക്ക് കുറച്ച് ഇതൊക്കെ വേണം. കല്ലും പറഞ്ഞില്ലേ, നടിക്കേണ്ട ഓരോ മെറ്റലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിനായിപ്പോൾ ഉണ്ടാക്കി കത്തിയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആൾക്കാർ നമ്മളെ കൊല്ലാൻ, ഈ രാത്രിയൊക്കെ സോംബീസ് നമ്മളെ കൊല്ലാൻ വരും. അപ്പോൾ ഈ വുഡിൻ്റെ ഇത് ഉണ്ടാക്കാൻ വേണമെങ്കിൽ പറ്റും. അതുണ്ടാക്കി നമുക്ക് കാര്യമില്ല. കാരണം ഈ വുഡിൻ്റെ വെച്ച് നമ്മൾ കൊല്ലാൻ പോകുമ്പോഴത്തേക്ക് അത് നമ്മളെ പെട്ടെന്ന് ആക്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മീറ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ വഴിക്കൊക്കെ ഈ പശു അത് തുടങ്ങണമെങ്കിൽ കൊല്ലണം. ഒന്ന് ഈ മീറ്റ് എടുക്കണം. പശുവുണ്ട്, പന്നിയുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മളതും കൊല്ലണം. ഇതൊക്കെ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്ന ഞാനല്ല, എൻ്റെ അപ്പുറത്തെ വല്ല കൂട്ടുകാരനാണ്. എനിക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പം അവനാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇപ്പം സത്യം പറയാമല്ലോ, ഇത് കളിച്ചത് ഞാനല്ലെങ്കിലും ഇതിനെക്കുറിച്ച് എല്ലാം ഇപ്പം എനിക്കറിയാം. ഒരു കേവ്. ഈ കേവിനകത്ത് എന്തിനാണ് കയറുന്നതെന്ന് വെച്ചാൽ മറ്റേതിനെക്കാട്ടി കൂടിയ മെറ്റലാണിത്, ഈ മുത്ത് പോലുള്ളത്. അതെടുക്കാനാണ് ഞാൻ ഈ മെറ്റുണ്ടാക്കി. ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന ഈ സാധനം വെച്ച് ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഈ കുറച്ചും കൂടെ കൂടിയ മെറ്റലുണ്ടാക്കിയത്. ഈ മെറ്റൽ വെച്ച് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈ മെറ്റൽ കുന്താലി പോയിരിക്കുന്നു മുമ്പിലും ബാക്കിലും. ഒരു മൂർച്ചുള്ള സാധനം പോയി, അത് വെച്ച് നമുക്ക് ഈ സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും വെച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ മറ്റേ വുഡ് വെച്ച് ഇത് വെട്ടുമ്പോഴത്തേക്ക് അങ്ങ് ഒടിഞ്ഞു പോവും. ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നതൊക്കെയുണ്ട് ഇതിനകത്ത്. പൊട്ടിപ്പോവും. ഇപ്പം ഞാൻ അടുത്ത സാധനം എന്താ ഗുണമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഷീൽഡും അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും.
ഇന്നൊരു വീഡിയോ തന്നെ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ മീറ്റ് ചൂടാക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കുവാണ്. ഇപ്പം തീയെത്തിക്കാൻ മീറ്റ് ഇട്ട് കൊടുത്ത് തീ കത്തിക്കോളും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ് ബായ്.